നമസ്കാരം. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വളയാത്ത നട്ടെല്ലുണ്ടെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ ദുരിതപൂർണമാക്കാൻ സർക്കാരുകൾ ശ്രമിക്കും എന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ജേക്കബ് തോമസ് എന്ന IPS ഉദ്യോഗസ്ഥനോടുള്ള പകയും വിദ്വേഷവും. ഇന്ന് ജേക്കബ് തോമസിനെതിരെ, അതായത് മുൻ വിജിലൻസ് ഡയറക്ടറാണ്, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന IPS ഓഫീസറാണ്, ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെതിരെ ഇന്ന് കേരള പോലീസിന്റെ വിജിലൻസ് വിങ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അഴിമതിയുടെ പേരിൽ, അതും തുറമുഖ ഡയറക്ടറായിരുന്നപ്പോൾ ഡ്രഡ്ജർ വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നു എന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. ഈ ആരോപണം ഇതിനു മുൻപ് ഇതേ സർക്കാർ തന്നെ അന്വേഷിക്കുകയും വിജിലൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ അന്വേഷിച്ച് തള്ളിക്കളയുകയും ചെയ്തതാണ്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ കേസുണ്ടാവുകയും ആ കേസിൽ ഇതിന്റെ പ്രാഥമിക വാദങ്ങൾ കേട്ട ശേഷം തള്ളിക്കളയുകയും ചെയ്തതാണെന്ന് മാത്രമല്ല, ഈ സർക്കാർ ഈ ആരോപണം വെച്ച് തന്നെ വേട്ടയാടുകയാണെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജേക്കബ് തോമസ് CAT-യിൽ കൊടുത്ത കേസ് നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കാരണം, ഇതിലെ സർക്കാരും പോലീസും വിജിലൻസും ഒക്കെ പലതവണ അന്വേഷിച്ച് തള്ളിയ വിഷയത്തിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേസെടുത്തിരിക്കുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസെടുത്തിരിക്കുന്നത്. ജേക്കബ് തോമസിന്റെ സസ്പെൻഷൻ നിലനിർത്താൻ വേണ്ടിയുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു കള്ളക്കേസ് ഇപ്പോൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. IPS ഓഫീസർമാരെ 1 വർഷത്തിലധികം സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് അനുമതി വേണമെന്നുണ്ട്. ജേക്കബ് തോമസിന് 1.25 വർഷമായി സസ്പെൻഷൻ നിർത്തിയിരിക്കുകയാണ്. അനുമതി വാങ്ങിയിട്ടില്ല. അതും ജേക്കബ് തോമസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന കുറ്റം പുസ്തകം എഴുതി എന്നുള്ളതും അഭിപ്രായം പറഞ്ഞു എന്നുള്ളതുമാണ്. ഫ്രീ സ്പീച്ചിന് വേണ്ടി സംസാരിക്കുന്ന, ഫാസിസത്തിനെതിരെ പോരാടുന്ന സർക്കാരാണിത്. ആ സർക്കാർ തന്നെ ഒടുവിൽ ഇപ്പോൾ ഇതാ ജേക്കബ് തോമസിനെതിരെ അവരുടെ സർക്കാർ തന്നെ, അവരുടെ പോലീസ് തന്നെ, അവരുടെ വിജിലൻസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി വ്യാജമെന്ന് തെളിഞ്ഞ കാരണത്തിന് പുറത്ത് FIR ഇട്ടിരിക്കുന്നു. എന്തായാലും ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരുന്നപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു തുറമുഖ ഡയറക്ടർക്ക് ആകപ്പാടെ ചെലവഴിക്കാൻ പറയുന്നത് 15 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ ഡ്രഡ്ജറിന് 20 കോടിയിലധികം ചെലവുണ്ടായിരുന്നു. അപ്പോൾ താനല്ല, അതായത് മന്ത്രിസഭയും സർക്കാരും സംവിധാനങ്ങളും മുഴുവൻ കണ്ടിട്ടാണ് ഈ ഓർഡർ പോയത്. മാത്രമല്ല, അവിടെയുള്ള കാലഹരണപ്പെട്ട ഡ്രഡ്ജർ കണ്ടം ചെയ്തപ്പോൾ സ്വാഭാവികമായും അതിന്റെ MD പുതിയ ഡ്രഡ്ജർ വേണമെന്ന് ശുപാർശ ചെയ്യുകയും അതിന് നടപടിക്രമങ്ങൾ പാലിക്കുകയും മാത്രമാണ് ചെയ്തത്. ആ ശുപാർശ ചെയ്യുകയല്ലാതെ അങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ടില്ല. പിന്നീട് വന്ന ഷെയ്ഖ് ഫരീദ് എന്ന് പറയുന്ന തുറമുഖ ഡയറക്ടറാണ് പോയതും പോളണ്ടിൽ പോയതും പരിശോധിച്ചതും കാശ് മുടക്കിയതും മേടിച്ചതും സർക്കാരാണ് സ്വീകരിച്ചത്. സർക്കാരാണ് പോയി, താനായിരിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജേക്കബ് തോമസ് പറയും. എന്നിട്ടും ജേക്കബ് തോമസിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് സർക്കാർ പക തീർക്കുകയാണ്. എന്തായാലും എത്ര നല്ലവനാണെങ്കിലും ഒരു IPS ഓഫീസറെ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറെ അല്ലെങ്കിൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന ഒരാളുടെ ജീവിതം ദുസ്സഹമാക്കാം എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമായി ഇത് മാറുകയാണ്.